ഉൾനാടൻ ജലഗതാഗത പദ്ധതിക്കായി പുഴയിൽ നിന്ന് വ്യാപകമായി മണലെടുക്കുന്നതിൽ ആശങ്കയിലാണ് കണ്ണൂർ മുഴുപ്പിലങ്ങാട് കടവ് നിവാസികൾ. അശാസ്ത്രീയമായ മണലെടുപ്പ് കാരണം പ്രദേശത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം നിറയും എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് മണലെടുപ്പെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പറയും. നമുക്കിതിപ്പോൾ ഉപ്പുവെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറണ്ടിക്കല് വലിയ വിഷമം ഉണ്ടാവില്ലേ? ഉപ്പുവെള്ളം പോകണ്ടിക്കല് ഒരു വിഷമേ ഉള്ളൂ. നമുക്ക് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പണ്ടെല്ലാം നമുക്ക് കയറലുണ്ടായിരുന്നു പുഴി കോരുന്നതിൻ്റെ മുന്നേ. ഇപ്പോൾ പുഴി കോരലും നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഉപ്പുവെള്ളമില്ല. അപ്പോൾ ഇതിപ്പം കുഴിക്കുന്ന അവർ 2 മീറ്റർ കുഴിക്കും 1 മീറ്റർ കുഴിക്കുന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം കുഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക അറിയില്ല. അഞ്ചരക്കണ്ടി പുഴയിൽ ധർമ്മടം മുതൽ മമ്പറം വരെ ബോട്ട് യാത്രയ്ക്ക് ചാൽ നിർമ്മിക്കാനെന്ന പേരിലാണ് മണലെടുക്കാൻ ഒരുങ്ങുന്നത്. യന്ത്രസാമഗ്രികൾ വെച്ച് ആഴത്തിൽ മണലെടുക്കാനാണ് നീക്കം. എന്നാൽ അശാസ്ത്രീയമായ മണലെടുപ്പ് പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴയുടെ ആഴം കൂടിയാൽ പ്രദേശത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം നിറയാനുള്ള സാധ്യത ഏറെയാണ്. ഇങ്ങനത്തെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് വൻതോതിൽ സഖ്യ ചെയ്യുന്ന സാധനം അത്. അപ്പോൾ വൻതോതിൽ പുഴ ഇങ്ങനെ വലിച്ചു കയറ്റി കൊണ്ടുപോകുമ്പോൾ നമ്മളെ കിണറിൽ 100% ഉപ്പ് വന്നു. ഉപ്പ് എന്തായാലും ഉപ്പുവെള്ളമാവും. ഇപ്പോൾ തന്നെ യൂത്തിൻ്റെ ഏരിയയിലും ചില വീടുകളിൽ ഉപ്പുവെള്ളമായി. അവിടെ കുഴിച്ച പരിസര പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം എത്തിയിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നത്തോടൊപ്പം പുഴയുടെ ആഴം കൂടിയാൽ തീരമിടിയാനുള്ള സാധ്യതയുമുണ്ട്. പുഴയുടെ അക്കരെ സമാനമായ രീതിയിൽ തീരമിടിഞ്ഞത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. റോഡ് ഇടിഞ്ഞിട്ടുണ്ട്, കണ്ടൽക്കാട് തേച്ചു പിന്നെ ഇടിഞ്ഞിട്ടാണ് ഉള്ളത്. നമുക്കിത് പരമാവധി ഇടുന്ന് ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. എന്നാൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പറയുന്നത്. മറ്റു ഇവർ ബോട്ടിയെ വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇതാക്കുന്നുണ്ടോ നമുക്കൊരു പ്രശ്നമല്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, കണ്ണൂർ.